കുറച്ച് പേര് അവിടുന്നും എവിടുന്നൊക്കെ വരുന്നുണ്ട്. രാത്രി 11-12 മണി 1 മണിയായാലും ഇവിടെ എല്ലാവരും നടക്കാനും. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 3rd ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ 3rd ഡേ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണാം. എനിക്കുന്നില്ലേ എന്താ സ്കൂളില്ല, ഇനി 15th ഒങ്ങിക്കോട്ടോ. അമ്മ ഇത് ഓഫ് ചെയ്തേക്കട്ടെ ഹീറ്റർ. എന്നാ ചൂടാക്കിക്കോട്ടോ. അമ്മ എന്നാ നടന്നിട്ട് വരട്ടെ. ബൈ. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ജ്യൂസ് കുടിച്ച് ഞാൻ എൻ്റെ ഇന്നത്തെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചൊരു ഹെൽത്തി ഉപ്മാവ് ഉണ്ടാക്കാമെന്ന്. നെയ്യൊന്നും ഇല്ലാതെ, എണ്ണയൊന്നും ഒരുപാട് ഒഴിക്കാതെ, പിന്നെ നമ്മുടെ പഞ്ചസാരയൊന്നും ഇടാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ തേങ്ങയും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഷടപടാന്നെല്ലാം സെറ്റ് ചെയ്ത് ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാണേ. ഇവിടുത്തെ മാവ് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ പച്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ വറുക്കണം. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച എല്ലാം എടുത്തില്ല കേട്ടോ, പകുതിയേ എടുത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ഉപ്മാവ് അങ്ങനെ റെഡിയായി. ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഞാനും വൈകിയും കുളിച്ചിട്ട് വന്ന് വൈകിയൊക്കെ കുറച്ച് പഞ്ചസാരയും നെയ്യും ഒക്കെ ഇട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ ഞാനും കഴിക്കുകയാണ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പഞ്ചാരയോ പഴമൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപ്മാവ് കഴിച്ചിട്ടില്ല. പക്ഷെ ഇന്നെന്തോ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വിശന്നിട്ടാണോ എന്തോന്ന് അറിയത്തില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ഒരു വെജിറ്റബിൾ സലാഡ് കഴിക്കാമെന്ന്. അപ്പോൾ അതിനായിട്ടുള്ളതാട്ടോ ഈ അരിഞ്ഞു കൂട്ടുന്നത്. അപ്പോൾ സലാഡിനകത്ത് മല്ലിയില, ഉപ്പ്, പിന്നെ നാരങ്ങ, അതിനുശേഷം നമ്മുടെ ഇതുണ്ടല്ലോ കുരുമുളക് പൊടിച്ചതും കൂടി ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഒരു പച്ചച്ചവ ഉണ്ടായിരിക്കത്തില്ല. അപ്പം എനിക്ക് ആദ്യമേ ഞാൻ വിചാരിച്ചു ഈ വെജിറ്റബിൾസൊക്കെ തിന്നുമ്പോഴുള്ള ഒരു പച്ചച്ചേവ കാണത്തില്ല. ഇത് കഴിക്കാൻ ശീലിച്ചതിന് ശേഷം വലിയ പച്ചച്ചേവയൊന്നുമില്ല. പിന്നെ 4 മണിക്ക് ഒരു ഗ്രീൻ ടീ. പിന്നെ വൈകുന്നേരം ആയപ്പം ഒരു ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി 2ആയിട്ട് മുറിച്ചിട്ട് അതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് കുറച്ച് എന്തോ പറയുന്നത് കളർഫുള്ളായിട്ട് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് എന്ത് കഴിച്ചാലും നമുക്ക് നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ഒരു തക്കാളിയും മല്ലിയിലയും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഉഴുന്ന്, പരിപ്പ്, പിന്നെ ജീരകം എല്ലാം കൂടിയിട്ടൊരു ചട്നി, അതും കൂടെ കൂട്ടി കഴിച്ചു. ചട്നി അടിപൊളിയാട്ടോ. അത് ചെയ്ത് നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കാം. അതായത് തക്കാളി, പിന്നെ മല്ലിയില, ജീരകം, ഉഴുന്ന്, പരിപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് അരയ്ക്കുന്ന ഒരു ചട്നി. അടിപൊളി ചട്നിയാണ്. അപ്പോൾ ഞാൻ വൈകിട്ടത്തെ ആഹാരം നേരത്തെ കഴിച്ചു. കാരണം എനിക്ക് ഒരിടം വരെ പോകണമായിരുന്നു, പുറത്ത് വരെ പോകണമായിരുന്നു. അപ്പം വൈകിട്ട് കഴിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഞാൻ ലേറ്റാവും. പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു. എനിക്ക് കോൾഡ് അടിച്ച്. അങ്ങനെ കുറച്ച് സാധനം വാങ്ങിച്ചു, തിരിച്ച് വന്നു. എന്നിട്ട് ആട്ടോ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. എന്നാലും ഞാൻ വിചാരിച്ചു സ്കിപ്പ് ചെയ്യണ്ട, അങ്ങ് നടന്നേക്കാം. അല്ലെ പിന്നെ മടിച്ചിരുന്നാൽ പിന്നെ അടുത്ത ദിവസവും എന്തെങ്കിലും കാരണമായി ഞാൻ മടിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഈ കഫക്കെട്ട് നല്ലപോലെ ഉള്ളതുകൊണ്ട്
കുറച്ച് ബുദ്ധിമുട്ട്. കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ 30 ദിവസം കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ തന്നെ പോവുകയും ചെയ്യും. നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് ഈ വിശപ്പും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. യൂസ്ഡായി കഴിയുമ്പം നമുക്ക് പിന്നെ ഒത്തിരി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് മധുരം കഴിക്കുന്നത് കുറച്ചു. അത് നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതിന് നല്ല എഫക്റ്റ് ഒന്നും പറഞ്ഞാൽ പോരാ. ഒന്നാമത്തെ കാര്യം, ചായക്കകത്ത് പഞ്ചസാര, പിന്നെ അല്ലാതെ നമ്മൾ ഇപ്പോൾ ഡയറി മിൽക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്, മറ്റേ ലഡുവോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത്, ഇതൊക്കെ കുഴപ്പമില്ലെന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തി. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഇനി എൻ്റെ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം എനിക്ക് ഇഷ്ടമൊക്കെ ഉള്ളപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യും, കഴിക്കും. വെയിറ്റ് കുറഞ്ഞതിന് ശേഷം ബാലൻസ്ഡ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വെച്ച്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിന്ന്. അപ്പോൾ എല്ലാവരും പോയി. അമ്മേ, അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടി. ഇവിടെ നല്ല വെട്ടമുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഫേസ് ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. ഞാൻ കാണിച്ചേ. എത്ര നല്ല വെട്ടം ഇവിടെ ഉണ്ട്. ഇവിടെ പിള്ളേരൊക്കെ കളിക്കാൻ വരുന്ന സ്ഥലമല്ലേ. അപ്പം എത്ര രാത്രിയായാലും കളിക്കാൻ വരും. ഇപ്പം പിന്നെ ഈ ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് ഇത്ര ലേറ്റായിട്ടൊന്നും കാണത്തില്ല. അല്ലാതെ ഒരു മാർച്ച് തൊട്ട് അങ്ങോട്ട് ഒരു ഒക്ടോബർ സെപ്റ്റംബർ വരെ രാത്രി 11, 12 മണി, 1 മണിയായാലും ഇവിടെ എല്ലാവരും നടക്കാനും ഇരിക്കാനും ഒക്കെ ഇങ്ങനെ ഇറങ്ങും. ഞാൻ ആഹാരം കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത് നടക്കാൻ. കാരണം നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് കഴിച്ചാലും അത് നല്ലതല്ല. പിന്നെ ഞാൻ ആഹാരം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം പുറത്ത് പോകണ്ടായിരുന്നു. അപ്പം പുറത്ത് പോയിട്ട് കൂടെ വന്ന് പിന്നെ നടന്നിട്ടൊക്കെ വന്നിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടങ്ങ് പോയി. പുറത്തോട്ട് പോയപ്പം കഴിച്ചിട്ടങ്ങ് പുറത്തോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് പേര് അവിടുന്നും എവിടുന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നപ്പം വെച്ചു ക്രിക്കറ്റ് മാച്ച് കണ്ടോണ്ടിരിക്കും കേട്ടോ. ഇത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. ഹാവ് എ നൈസ് സ്ലീപ്പ്. നല്ല ഒരു ഉറക്കം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ വരും. കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.